ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കൊന്നൊരു കോവയ്ക്ക തോരൻ അല്ലെങ്കിൽ ഒരു കോവയ്ക്ക ഉപ്പേരി മെഴുക്ക് വരട്ടിയൊക്കെ എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കിയാലോ. നല്ല നാടൻ കോവയ്ക്കാട്ടോ, നമുക്ക് വീട്ടിലുണ്ടാക്കി തന്നെയാണ്. ഇവിടെ അല്ല കേട്ടോ, തറവാട്ടിൽ നിന്ന് ഉണ്ടാക്കിയപ്പോൾ അമ്മ കൊണ്ടുവന്നു കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ നമുക്കത് കഴുകാട്ടോ. ആദ്യം നല്ലതുപോലെ കഴുകിയിട്ട് വേണം അരിയാൻ. അരിഞ്ഞതിന് ശേഷം ഒരിക്കലും കഴുകരുത്, കാരണം ഈ കോവയ്ക്കല്ലേ നല്ല വഴുവഴുപ്പുള്ളൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ആദ്യം കഴുകിയതിന് ശേഷമാണ് കോവയ്ക്ക അരിയേണ്ടത് കേട്ടോ. നന്നായി നൈസാക്കിയിട്ട് അരിയാട്ടോ, ചെറുതായിട്ട് കട്ടി കുറച്ചരിയുക. നല്ല നൈസാക്കണം. എനിക്ക് സ്കൂളിലേക്ക് കുട്ടികൾക്ക് പോകുന്ന നേരം വഴി അതുകൊണ്ട് ഇനിയും കട്ടി കുറയ്ക്കാൻ എനിക്ക് പറ്റിയില്ല. നൈസ് എത്രയാക്കണോ അതാണ് ഇതിൻ്റെ എന്താ പറയുക ഒരു ടേസ്റ്റ്, നമുക്ക് അങ്ങനെയാണ് തോന്നുന്നുള്ളൂ. നല്ല നൈസാക്കണം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം 2 സവാളയാണ് കേട്ടോ. സവാള അതേപോലെ ചെറുതാക്കി നൈസാക്കിയിട്ട് അരിയുക കേട്ടോ. നമുക്ക് എത്ര നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉള്ളി എടുക്കാം കേട്ടോ. എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതി. ഞാൻ ഇവിടെ തൽക്കാലം 2 എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും ഇതേപോലെ നീളത്തിൽ അരിയുക കേട്ടോ. കോവയ്ക്ക അരിഞ്ഞ് അതേ വലുപ്പത്തിൽ തന്നെ ഉള്ളി അരിയാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ അടുപ്പിൽ ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക. നല്ല ചവറ പറഞ്ഞ് പൊട്ടുന്നുണ്ട് കേട്ടോ കടുകൊക്കെ. പിന്നെ അതിന് ശേഷം നമുക്ക് ഉള്ളി ചട്ടിയിലേക്ക് ഇടാം കേട്ടോ. കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ഉള്ളി നന്നായി വാട്ടാം കേട്ടോ. കരിഞ്ഞു പോകരുത്, നന്നായി വാട്ടിയെടുക്കുക. ഒരു ബ്രൗൺ കളർ വരുന്ന രീതിയിൽ ഉള്ളി വാട്ടിയെടുക്കുക കേട്ടോ. നല്ലതുപോലെ കരിയരുത്. നൈസാക്കി അരിഞ്ഞ ഉള്ളി ഇതേപോലെ നന്നായി വാട്ടിയെടുക്കുക കേട്ടോ. പിന്നെ അല്ലേ ഉള്ളി പെട്ടെന്ന് വാടി വരാൻ വേണ്ടി നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ലേശം ഉള്ളി വാടുന്നത് മാത്രം ഒരു ശകലം ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കാം കേട്ടോ. നന്നായി ഇളക്കിയതിന് ശേഷം ഉള്ളി വാടിയെന്ന് കാണുമ്പോൾ നമുക്കിതിൽ പച്ചമുളക് ഇടുന്നില്ല കേട്ടോ. അതിന് പകരം ലേശം മുളക് പൊടിയും ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായി ഇളക്കുക കേട്ടോ. ആ ഒരു പൊടിൻ്റെയും മുളക് പൊടിൻ്റെയും മഞ്ഞപ്പൊടിൻ്റെ ഒക്കെ ഒരു പച്ച ചുവ പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു മണം, നല്ലൊരു മണം വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ മുളക് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അതിന് പകരമാണ് നമ്മളിതിൽ മുളക് പൊടി ഇടുന്നത് കേട്ടോ. അത്യാവശ്യം നമുക്ക് എരിവിന് വേണ്ടത്ര എരിവ് എത്രയാണോ വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് തേങ്ങ ചുരവ് ചെയ്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലാണ്ട് ഇഷ്ടം പോലെ കേട്ടോ. തേങ്ങയ്ക്ക് ചുരവ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ച കോവയ്ക്ക ഇതിലേക്ക് കൊട്ടാട്ടോ. അതിനുശേഷം നന്നായി ഇളക്കാം കേട്ടോ. അതിലത്തെ ഉള്ളിയും കടുകും തേങ്ങയൊക്കെ ചേരുവകളൊക്കെ നന്നായി ഇളക്കി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനറിയാം കുറച്ച് നേരം നല്ലതുപോലെ അടച്ച് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. അടച്ച് വെച്ചാൽ മാത്രം പോരാട്ടോ, ഇടയ്ക്ക് നമുക്ക് തുറന്ന് നോക്കണം കേട്ടോ. കരിയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇളക്കി നോക്കണം. ഇളക്കി നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് നല്ലതുപോലെ യോജിപ്പിക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് വേണ്ടത്ര ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്നും കൂടി അടച്ച് വെച്ച ശേഷം നന്നായി ഇളക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കോവയ്ക്ക ഒരുവിധമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല മണമൊക്കെ വരുന്നിട്ടോ മുളക് പൊടിയിലേക്ക്. അപ്പം ഉപ്പേരി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ മെഴുക്ക് വരട്ടി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഒന്നാമത് നാടൻ കോവയ്ക്കും കൂടി ആയപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടി കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്യുക. അപ്പോൾ അത് ഇവിടെ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ ബൈ, സീ യു.